There's someone to save me. I can't find myself. I'm totally lost. ഹലോ ഗൈസ്, സോ ഇന്ന് നമ്മൾ കളിക്കാൻ പോകുകയാണ് ഗ്രാനി ചാപ്റ്റർ 3. ഞാനിതിൻ്റെ ഗെയിം പ്ലേ ഒക്കെ കണ്ടതുകൊണ്ട് എങ്ങനെ അറിയാതെ കളിക്കണം. പിന്നെ ഞാനൊരു പ്രാവശ്യം ഇത് പ്രാക്ടീസ് ലെവലിട്ട് കളിച്ചു. പിന്നെ ഈസി ലെവലിൽ ഞാൻ ഗേറ്റ് എസ്കേപ്പും ട്രെയിൻ എസ്കേപ്പും ചെയ്തിന്. പിന്നെ പ്രാക്ടീസ് ലെവലിൽ ഞാൻ ഗേറ്റ് എസ്കേപ്പ് ചെയ്യും. അപ്പം നമുക്ക് ഈസി ലെവലിലിട്ട് നമുക്ക് ഏതെങ്കിലും എസ്കേപ്പ് ചെയ്യുക. അത് ഞാൻ വീഡിയോ ഒക്കെ ചെയ്യും. അതാണ് ഓക്കെ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. ഗ്രാൻഡ് പേൻ്റെ കയ്യിൽ ഷോട്ട് ഗൺ ഉണ്ട്, അതെങ്ങനെയെങ്കിലും എടുക്കാം. ഓക്കെ, ഗെയിം അങ്ങനെ ലോഡായി. ഓക്കെ, ഇവിടെ ഇൻട്രോ ഒക്കെ കാണിക്കുന്നുണ്ട്. ഇവിടെ ഒരു വീട്ടിൽ ഒരു തുണി പിടിച്ച വീട്ടുണ്ട്. ഇവിടെ ഒരു ക്യാമറ ഉണ്ട്, അതിലൂടെ ഗ്രാൻഡ് പേ നമ്മളെ നിരീക്ഷിക്കുന്നുണ്ടാവും. ഈ ചെറുക്കൻ എന്തിനു വെറുതേക്ക് റണ്ണിങ് വീട്ടിൽ അനാവശ്യക്ക് കീഴുന്നത്? ഇതാ എനിക്ക് മനസ്സിലാവാത്ത. അവർ ഏറ്റടച്ചു. ഇനിയിപ്പോൾ അതൊക്കെ മുന്നോട്ട് പോവാം. ഇനി ഗ്രാൻഡ് പ നമ്മളെ വന്ന് ഷൂട്ട് ചെയ്യും. അതാണ് പലകയും മേലോട്ട് പോയി. അതോ അവരും എസ്കേപ്പ് ആവാണ്ടിരിക്കുന്നു. അവിടെ ഒരു നദിയുണ്ട്, അവിടെ മുതലുണ്ട്. അതാണ് അതിനകത്ത് വീണം. ഇനി ഇവിടെ ഗ്രാൻഡ് ഇവിടെ വെൽക്കം എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഹലോ ഗ്രാൻഡ് പാ, സുഖില്ലേ? അയ്യോ ഞാൻ പേടിച്ചു. അയ്യോ എന്നെ വെടിവെക്കില്ലേ? ഗ്രാൻഡ് പാ നമ്മളെ വെടിവെച്ചു. ഓക്കെ ഡേ 1. നമ്മളിതിൽ ചാവാണ്ട് മാക്സിമം നോക്കണം. ഗ്രാൻഡ് പേ അതാണ് പ്രശ്നം. ഇവിടെ നമ്മളൊരു പ്രസനലൊക്കെ കൊണ്ടുപോയിട്ടിരിക്കുക. ഗ്രാനി ചാപ്റ്റർ 1 2 നമ്മളൊരു കിടക്കയില്ലേ. ഇതിപ്പോൾ ഒരു പ്രസനൽ. ഇവിടെ ലോക്ക് നമുക്ക് സുഖമായിട്ട് അങ്ങ് പോയി രക്ഷപ്പെടാം. നിങ്ങളിതൊരു വീഡിയോ ഇതില്ലെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും, പിന്നെ ഷെയർ ചെയ്യും നിങ്ങൾ ഫ്രണ്ട്സിൽ. ഓക്കെ അങ്ങനെ തുറന്നിട്ടുണ്ട്. ഗ്രാൻഡ് പാ ഈ കളവനെന്തിനാ ഇവിടത്തെ? വെടി വെച്ച് എവിടെ പിടിക്കാം. എന്ത് കഷ്ടമായത്. ഞാൻ ഇവരിങ്ങോട്ട് വിളിക്കാൻ നോക്കിയത് ആ റോബോട്ട് ഇതായുണ്ടായി. എന്തോ പറയുന്നുണ്ട്. പുറത്തിറങ്ങാതായിരിക്കുന്നില്ല. ആ റോബോട്ട് താഴെ ഉണ്ടാക്കി രണ്ടെണ്ണം താഴെ. ആ സമയത്ത് എനിക്ക് മേലെ പോകും അതായിരുന്നു. പക്ഷെ ഞാനത് ഗ്രാൻഡ് പെങ്ങ വന്ന് പോയോ എന്തോ. പുറത്തറാൻ പേടിയോ. സേഫ് അല്ല, ഇവിടെ തന്നെ ഇരിക്കുക. ഇവിടെ പുറത്തെ ഗ്രാൻഡ് പെണ്ണെങ്ങനെയോ പതുക്കെ തുറന്നു നോക്കിയാലോ. വേണ്ട, ഇച്ചിരി കൂടി ഇരിക്കാമെന്ന് തോന്നുന്നു. എന്തായാലും പറഞ്ഞിട്ട് എത്ര നേരം കൂടി ഇരിക്കാം. ഇവിടെ ട്രെയിൻ ഉണ്ട്. സ്ലാൻഡറിയാ. ഈ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കുന്നു. ഇനി അവരും താഴെ വരട്ടെ, എന്നാൽ എനിക്ക് സുഖമായിട്ട് മേലെ പോവാം. ഇതിന് മറ്റേ ടിക്കറ്റ് കൊടുക്കണം, അതിന് വേണ്ടി കോയിൻ കിട്ടണം. പിന്നെ ഇലക്ട്രിക് സ്വിച്ചും വേണം, പിന്നെ ആക്സിലേറ്ററും ട്രെയിൻ. നമുക്ക് ട്രെയിൻ എസ്കേപ്പ് കിട്ടുന്ന സാധനങ്ങൾക്ക് അനുസരിച്ച് ചെയ്ത് എസ്കേപ്പ് ചെയ്യണമെന്ന് അങ്ങ് നോക്കാം. ഇത് കംപ്ലീറ്റ് ഒക്കെ പറ്റുമെന്ന് എനിക്കറിയില്ല. ഈ റോബോട്ട് സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ എന്താ രണ്ടാളും വരാത്തെ? വരുന്നുണ്ട്, രണ്ടാളുണ്ട്. യെസ്. ഇനി നമുക്ക് തുറക്ക. അത് അവിടെ മറ്റേ ഫ്യൂസ് ഇരിക്കുന്നുണ്ട്. അത് റൺ ബേബി റൺ. അവർ രണ്ടെണ്ണം താഴെയുണ്ട്. നമുക്ക് വേഗം ഓടി രക്ഷപ്പെടാം. ഓടി നോക്ക്. പുറത്ത് പോയിട്ട്
എന്നിട്ട് നമുക്ക് കുറച്ച് കല്ലുകൾ പറക്കാം. നമുക്ക് കിട്ടാൻ പോകുന്ന സ്ലിംഗ് ഷോട്ട്. അപ്പോൾ അതിന് കല്ലുകൾ വേണം. ഒരു 3 കല്ലുകൾ പറക്കാം. എന്നാലും നമുക്ക് ഫസ്റ്റ് തന്നെ ഒരു കല്ല് കിട്ടിയിട്ടുണ്ട്. ഓ ഗ്രാനി ട്രാപ്പിടുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. ഈ സൈഡ് ഭയങ്കര ഇതൊന്നും കാണാൻ പറ്റില്ല. ഇതാണ് അപ്പോൾ ഇവിടെ ഒരു മുതലിനൊക്കെ വളർത്തുന്നത്. എന്തോ ഇത് വട്ടണ് ഒരു ബൈ അംബാസഡർ കാറൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കയ്യിലുണ്ട്, അതെടുക്കാം. ഇവിടെ അവൻ്റെ പ്ലാങ്ക് കിടക്കുന്നുണ്ട്. എന്തായാലും കാറിന് ഡിക്കി ചിലപ്പോൾ അതിനകത്ത് ഉണ്ടാവും, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല. ആ സ്ലണ്ടറിനെ ഈ സ്ലണ്ടറിനെ ഫസ്റ്റ് ഒഴിവാക്കണം. എന്നാൽ നമുക്ക് പിന്നെ ശുഭകാലമാവും. ഇങ്ങനെ ഒന്ന് പഠിപ്പിക്കില്ല. യെസ്, വെപ്പൺ കീ. ഇനി നമുക്കൊരു സ്റ്റോണും കൂടെ പറക്കിയിട്ട് പോവും. അതായിരിക്കും നല്ല. എനിക്കൊരു 3 കല്ലുകളുണ്ട്. അല്ലേ ഒരു ധൈര്യം ഗൈസ്. ഇവിടെ ഒന്നും കല്ലുകളൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഷോർട്ട് ഗണ്ണിൻ്റെ ആമൊക്കെയാണ് ഇങ്ങനെ പെട്ടെന്ന് തീരും. പക്ഷേ ഈ കല്ലുകളാണെങ്കിൽ പോകും വരും. ഇപ്പം എന്തായാലും 3 ഈ കല്ല് നിങ്ങൾ മിന്നിത്തിളങ്ങുന്ന കണ്ടിന്യൂ. ഇവിടുത്തെ കല്ലുകളെല്ലാം ഇങ്ങനെ മിന്നിത്തിളങ്ങും. നമുക്ക് ലിഫ്റ്റുമായി മേലെ പോയാലോ? 2nd ഫ്ലോറിലൊക്കെ ആരുണ്ടായിരുന്നു? മ്യൂസിക് വന്നു. ഗ്രാനി ആയിരിക്കും. ഗ്രാൻഡ് പേ ആണെങ്കിൽ ഇപ്പം ഷൂട്ട് ചെയ്ത് തുറക്കാൻ പറ്റും. വേഗം തുറക്കും. വേഗം തുറക്കാം. ഓക്കെ, ഇവിടെ ഇല്ല. നമുക്ക് വേഗം ലിഫ്റ്റ് പോയി നമുക്ക് പോകാം. പിന്നെ 3rd ഫ്ലോർ മറ്റേ സ്ലണ്ടറിൻ്റെ മുറിയാണ്. ഇവിടെ അവർ വരില്ല, അത് വേറെ വരും. അയ്യോ, ജസ്റ്റ് ഓ ഷിറ്റ്. അല്ലെങ്കിൽ നമുക്കിത് ഇവിടെ കുറച്ചുകൂടി സേഫാണ്. അവർ വരാത്തത്. ക്രോബർ വെച്ചിട്ട് കിട്ടിയതാണ് ആ സ്ലണ്ടറിന്. ഓ ഇവിടെയാണ് മറ്റേ ടെഡിയിടേണ്ടത്. ഈ ക്ലോക്ക് തുറക്കാൻ പറ്റില്ല. അപ്പോൾ അതൊക്കെ താഴെ ഇറങ്ങിയാലും അല്ലെങ്കിൽ പിന്നെ വെപ്പൺ കീ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇവിടെ എങ്ങനെ വീടാൻ പിന്നെ പറയണ്ട. അഥവാ ഈ ഗ്രാനി കാണുമ്പോൾ എപ്പോഴും 2nd ഫ്ലോറിൽ തന്നെ ആയിരിക്കും. അതാണ് ബുദ്ധിമുട്ട്. നമുക്കിപ്പോൾ അതൊക്കെ തുടങ്ങാനൊന്ന് കുഞ്ഞു. ഓ ഇതെന്താ കഷ്ടം. വേഗം പോവാം നമുക്ക്. എന്തായാലും ആരില്ല. യെസ്, ഇനി കാര്യങ്ങൾ കുറച്ച് ഗ്രാൻഡ് വെടിവെച്ചു. എന്തായാലും ഗ്രാൻഡ് തന്നെ ഷൂട്ട് ചെയ്യാം. ഗ്രാനി ഇങ്ങോട്ട് വാ. ഓ യെസ്, ഹെഡ് ഷോട്ട് തന്നെ അടിച്ചു ഗൈസ്. എൻ്റെ ഒരു കല്ലുണ്ട്, അതെടുക്കുക. ഇനി ഗ്രാൻഡിൻ്റെ ഷോട്ട് കൊണ്ട് എനിക്ക് മറ്റേ താഴെ എനിക്കൊരു ഗ്ലാസ് പൊട്ടിക്കും. ഇവിടെ മറ്റേ ട്രെയിനിൻ്റെ ആക്സിലേറ്റർ പൊട്ടി. ഓ ഇവിടെ ഗ്രാനി ട്രാപ്പൊക്കെ ഉണ്ട്. എന്തായാലും ഗ്രാനി മയക്കത്തിൽ ഇതൊന്നുമില്ല. ഇനി സാധനം കിട്ടാനുണ്ട്. മറ്റേ ഇലക്ട്രിക് സ്വിച്ചും പിന്നെ കോയിനും വേണം. പിന്നെന്തോ പിന്നെ ട്രെയിൻ കീയും വേണം. ഇത് കിട്ടാണ്ട് നമുക്ക് ട്രെയിൻ എസ്കേപ്പ് നടത്താൻ പറ്റൂല. നമുക്കിതുവരെയല്ലേ കയറ്റുന്നത്, മറന്നുപോയി. ഇവിടെ ട്രെയിൻ കീ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് കിട്ടാൻ ഇലക്ട്രിക് സ്വിച്ചും വേണം. പിന്നെ മറ്റേ കോയിനും വേണം. തേങ്ങ കിട്ടിയാൽ നമുക്ക് തേങ്ങ കിട്ടി. ഇനി ഇതിനകത്ത് ചിലപ്പോൾ കോയിൻ ഉണ്ടാവും. കോയിൻ്റെ ഒന്ന് കിട്ടിയാൽ മതി. നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് അരിച്ച് വേറൊക്കെ ഇവിടെ ഒന്ന് സ്ലണ്ടറിനാ. ഇതിൽ നമുക്ക്
ഇത് കോക്കനട്ട് അങ്ങോട്ട് ഇതിൻ്റെ അകത്തുനിന്ന് സേഫ് കീ എന്നാൽ നമുക്ക് ആ സേഫ് തുറന്നിട്ട് വരാം. പക്ഷേ ഞാൻ വിചാരിച്ച സാധനമല്ല കിട്ടിയത്. ബാത്റൂമിലാണ് സേഫ് ഉള്ളത്. ജനറേറ്റർ അത് നമുക്ക് ഇവിടെ ഇടാം. ഒരു ഷെഡ് കിട്ടുവാണെങ്കിൽ നമുക്കത് ഇതിൻ്റെ അകത്തൊന്നുമില്ല. ആ സ്ലണ്ടറിനെ പോ പോ പോ. ഓ വേഗം കണ്ണെടുക്കട്ടെ. കണ്ണ് ഊതി കാരണവച്ചാലും ഗ്രാൻഡ് പ കിട്ടാൻ പാടില്ല. ഞാൻ ഒരിക്കലും ഗ്രാൻഡ് പ കൊടുക്കാനേ പോകുന്നില്ല. ഇതിൻ്റെ അകത്തൊന്നും ഇതിനകത്ത് മാച്ചസ് കിട്ടിയത് ആവശ്യമില്ല. അല്ല കണ്ണ് കിട്ടിയ കാക്കേൻ്റെ അടുത്ത് എന്തായിരിക്കും ഉള്ളത്? കാക്കേൻ്റെ അടുത്ത് ചിലപ്പോൾ കോയിനുണ്ടെങ്കിൽ ഞാനിതിനങ്ങ് വെടിവെച്ച് പോയി. ഷെട്ട് കീ എന്നാൽ അതിങ്ങോട്ട് താ. ഇത് നമുക്ക് താഴെ ഇടാം. എന്നിട്ട് മറ്റേ ജനറേറ്റർ കേബിൾ എടുത്തിട്ട് പോവാം. ആ ഷെട്ട് എവിടെയായിരുന്നു ഉള്ളത്? ഷെട്ട് ഇവിടെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ വീഴലേ ഇതങ്ങ് താഴെ ഇടാം. ഓ ഇങ്ങോട്ട് ചാടി ചിലപ്പോൾ ചാവും. അതുകൊണ്ട് വേണ്ട. നമുക്ക് ഇവിടെ തന്നെ 2 ആമ്പോ കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഗണ്ണൊന്ന് റീലോഡ് ചെയ്തിട്ട് വരാം. ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒന്നില്ല. എന്നാൽ ആമ ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് കണ്ണൊക്കെ ചോന്നല്ല. ഇനി കുറച്ച് പവർ ഇടണം. ഇനി എനിക്ക് ഗ്രാനിനും കൂടെ വേണം. ഗ്രാനി ബാ. ബാ 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 ബാ. സ്ലണ്ടറിന് ഷർട്ടിൻ്റെ മറ്റേ സ്ലണ്ടറിന് ഇടിയുണ്ട്. അങ്ങനെ സ്ലണ്ടറിന് നമുക്ക് വരാതെ ലോക്കിയായിരിക്കും ചിലപ്പോൾ തരുന്നത്. അവിടെ മറ്റേ ആ വേസ് വെച്ചാലേ നമുക്ക് വെച്ച് കാര്യമുള്ളൂ. ഈ ലിഫ്റ്റിന് നമുക്ക് അങ്ങനത്തെ പിന്നെ നമുക്ക് ഗണ്ണെടുക്കാം. എടുത്ത് ഇനി നമുക്ക് സ്ലണ്ടറിന് തന്നെ ഇതുകൊണ്ട് എന്താ നോക്കപ്പെടുവാനോ കുറേ നേരം കഴിഞ്ഞെടുക്കുക. അധികമൊന്നും പേടിപ്പിച്ചിട്ടില്ല. എനിക്കിൻ്റെ ശല്യം വിചാരിച്ചതുപോലെ തന്നെ വെള്ളമൊക്കെ കിട്ടി. എൻ്റെ സ്ലണ്ടറിന് എൻ്റെ ശല്യമില്ലേ. ഗ്രാനീനെ റാൻപിനെ നോക്കി കാര്യം ചെയ്താൽ മതിയല്ലോ. എണീക്കേണ്ട സമയമായി. 2.5 മിനിറ്റാണ് തന്നത്. കിടക്കുന്ന എൻ്റെ കാര്യം കാണുന്നില്ലല്ലോ. ഞാൻ ചാവാണ്ട് പിടിച്ചിരിക്കുന്നതാണ് ഗൈസ്.
എന്നോടാ കളി. ബാക്കിൽ തിരിഞ്ഞിരുന്ന ഞാൻ അറിയില്ലെന്ന് വിചാരിച്ച പൊട്ടൻ. ഇതിനകത്തൊന്നുമില്ല. ഓ ഫയർ ഓടിക്കുന്നുണ്ട്, അത് ആവശ്യമില്ല. മാറിക്കിടക്ക്. പെട്ടെന്ന് തന്നെ എനിക്ക് ആക്സിലേറ്റർ കിട്ടി. അപ്പം നമുക്ക് നേരെ നമുക്ക് നമ്മുടെ മറ്റേ ക്രോബർ എടുത്തിട്ട് നമ്മുടെ സ്ലണ്ടറിൻ്റെ മുറിയിലുള്ള പെട്ടി, അപ്പോൾ അതിൻ്റെ അകത്ത് ഇലക്ട്രിക് സ്വിച്ചോ കോയിനോ വല്ലതും കിട്ടും. എന്തെങ്കിലും ഒന്ന് കിട്ടിയാൽ മതി ഗൈസ്. എന്നാൽ എനിക്ക് ഇവിടെ ഒന്ന് കിട്ടിയാൽ മതി. കണ്ണ് കൊടുക്കുമോ? കണ്ണ് ചിലപ്പോൾ കറങ്ങിപ്പോൾ അവിടെ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതൽ. നമുക്ക് ഇവിടെ ഇടാം. അതായത് ലെഫ്റ്റിൻ്റെ പിന്നെ അപ്പോൾ നമുക്ക് നേരെ പോയി ഇവിടെ നോക്കിയതല്ലേ, അവിടെ നിന്നില്ല ലിപ്പ് ചെക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് നേരെ ക്രോവർ വെച്ച് പെട്ടി പെട്ടിക്കകത്ത് വല്ലതും ഉണ്ടായ കണ്ണെടുക്കാം. നമുക്ക് അങ്ങനെ അകത്ത് കയറാം. ക്രോവർ എടുത്തിട്ട് ഇവിടെ കണ്ടതാ. യെസ്, കോയിൻ കിട്ടി. നമുക്ക് സൗണ്ട് ഉണ്ടാക്കാം. എന്നാക്കാൻ അതിന് റൺപേ ഇങ്ങോട്ട് വരില്ല. ഇവിടെ ഒരു കയ്യിലുണ്ടാക്കാം. ഞാൻ കല്ലെടുക്കുന്നത് എന്താണെന്ന് അറിയാം. അഥവാ ഇതിൻ്റെ ആമൊക്കെ തീർന്നു പോയാലേ എടുക്കാൻ വല്ലേ. ആമോ അങ്ങനെ തീർന്നു പോയാൽ പിന്നെ എനിക്ക് സ്ലിംഗ് ഷോട്ട്. അപ്പം നമുക്ക് അതാരാ ഓ റണി ഇങ്ങോട്ടോ. ഓ ഫസ്റ്റ് ബുള്ളറ്റ് എനിക്ക് മിസ്. സെക്കൻഡ് ബുള്ളറ്റ് എന്നാലും കാറിൽ ബുള്ളറ്റ് ഉണ്ട്. ഇനി ഗ്രാൻഡ് പേനുമൊക്കെ നമുക്ക് എന്നിട്ട് ഗ്രാൻഡ് പേനെ കൊണ്ടിട്ട് നമുക്കൊരു ബുള്ളറ്റ് എടുക്കാം. ഗ്രാൻഡ് പേ എന്താ വരാത്ത? ഗ്രാനിനെ ഞാൻ ഇവിടെ ഇടിച്ചിട്ടിട്ട് ഗ്രാനി ട്രാപ്പൊക്കെ ഇട്ട് കഴിഞ്ഞ് തള്ളൊന്ന് മാഞ്ഞു പോയി. പാപ്പാ എന്താ ഗ്രാൻഡ് പേ ഇത് എന്നോടാണ് ഞാൻ കളിക്കുന്നത്. അത് നമുക്ക് ഇവിടെ ഇടാം. എന്നിട്ട്
നേരെ പോയിട്ട് മറ്റേ കോയിൻ എടുത്ത് ടിക്കറ്റ് നമുക്ക് റോബോട്ടിന് കൊടുക്കാം. വേറെ സ്ഥലം ഉണ്ടോ? എനിക്ക് ഇലക്ട്രിക് സ്വിച്ച് മാത്രം കിട്ടില്ല. അതിപ്പോൾ എവിടെ നിന്ന് കിട്ടും? ട്രെയിൻ ടിക്കറ്റ് കിട്ടി. നമുക്ക് ടിക്കറ്റ് എന്നാടാ എൻ്റെ ടിക്കറ്റ് എടുത്ത ഇനി ഇത് നമുക്ക് പ്ലാങ്ക് വെച്ച കിടക്കേണ്ട അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോയി നോക്കാം. അപ്പോൾ അവിടെ ഇലക്ട്രിക് സ്വിച്ച് കിട്ടിയാൽ നമുക്ക് വയ്ക്കുമ്പോഴൊക്കെ വെച്ചിട്ട് വരും. പ്ലാങ്ക് വെക്കേണ്ട ഇവിടെ അല്ലേ? നമുക്ക് ലിഫ്റ്റ് വഴി പോകുന്ന സ്ഥലം തന്നു. കൺഫ്യൂഷൻ ആവുന്നു. അതിവിടെ തന്നെ. സോറി, ഞാൻ മറന്നുപോയി ഗൈസ്. ഇവിടെ നിന്ന് ചേട്ടാ ജനറേറ്റർ കേബിൾ അവിടെ ഉണ്ട്. നമുക്ക് നേരെ ഗണ്ണെടുത്തിട്ട് കണ്ണവിടെ ഇവിടെ നിന്ന് കണക്ക് സുഖമായിട്ട് എടുക്കും. പക്ഷേ ഞാനതിന് സമ്മതിക്കില്ല. ഞാൻ കണ്ടില്ല ഗൈസ്, കണ്ടില്ല. നമുക്ക് സ്ലിംഗ് ഷോട്ട് എടുത്ത് രണ്ടാളെയും മയക്കണം. കാരണം എനിക്ക് ഗ്രാൻഡ്പക്ക് ഗണ്ണെങ്ങാനും കിട്ടിയാലോ. സ്ലിംഗ് ഷോട്ട് താഴ്ത്തുന്നുണ്ട്. അതൊന്ന് പോയി എടുക്കാം. എവിടെ നമ്മുടെ സ്ലിംഗ് ഷോട്ട്? അതാ. തലക്കെട്ടൊന്ന് കൊടുക്കണം. അടിയിടിക്കലുണ്ടാക്കാം. നമുക്ക് ഗ്രാൻഡ് പെന്നെ നമുക്ക് ഒക്കെ ഗണ്ണ് കിട്ടിയില്ലെങ്കിൽ ആ ഗണ്ണ് എനിക്ക് പോയി എടുക്കാം. ഞാനിവിടെ ഗണ്ണൊക്കെ കിട്ടിയിരുന്നു. പക്ഷേ ഇനി അത് എനിക്കിതാ. നമുക്ക് നല്ല ഗേറ്റ് സ്കിപ്പ് ചെയ്യാം. എനിക്ക് മറ്റേ ഫ്യൂസ് കിട്ടീന്. പിന്നെ മറ്റേ ഇലക്ട്രിക് മറ്റേ ജനറേറ്റർ കേബിളുണ്ട്. അത് നമുക്ക് അവിടെ വയ്ക്കാം. അപ്പം നമുക്ക് ഫ്യൂസും കൂടെ അവിടെ വെച്ചാൽ നമുക്ക് നമുക്ക് ബ്രിഡ്ജ് ഇറങ്ങി അവിടെ വെക്കാം. എന്നിട്ട് ജനറേറ്റർ കേബിൾ എടുത്തിട്ട് അവിടെ വെക്കാം. വാഷ്റൂമിൻ്റെ അത് കണ്ടത്. വാഷ്റൂം അവിടെ. ജനറേറ്റർ കേബിൾ എടുക്കാം. അവിടെ മറ്റേ ബ്രിഡ്ജ് ഇലക്ട്രിക് വെച്ച് വിചാരിച്ചു. എന്തായാലും നമുക്ക് ട്രെയിൻ എസ്കേപ്പ് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗേറ്റ് എസ്കേപ്പ് അങ്ങ് നടത്താം ഗൈസ്. അവിടെയൊക്കെ എന്നിട്ട് മറ്റേ ഫ്യൂസ് എടുത്തിട്ട് വേണം. ഫ്യൂസ് എവിടെ ഉണ്ടെന്ന് എനിക്കറിയാം. ഇവിടെ വെക്കാം. എന്നിട്ട് ഇതങ്ങ് നോക്കാം.
കല്ലെടുത്തോണ്ട് കുറച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചിട്ട് പോവാം. ഓ, ഗ്രാനിനെ നമ്മളിത് വെച്ച് മാറ്റി. അയ്യോ, എന്ത് കഷ്ടാണിത്. കല്ല് ഞാനതിന് വേറെ സ്ഥലത്തടിച്ചു. ഇവിടെ കല്ലുണ്ട്. ഇവിടെ എനിക്ക് ഗ്രാൻഡ് പേനെ വിളിച്ച് വരുത്താം. ഇതൊക്കെ നമുക്ക് ഒരു കല്ല് കൊണ്ട് തന്നെ മതിയാവും. നമുക്ക് ഒരു 2 കല്ല് ധൈര്യത്തോണം. നമുക്ക് പോവാം. ഇവിടെ ഒരു കല്ലുണ്ട്. വീടെടുക്കാം. ഓക്കെ, ഇനി ഗ്രാൻഡ് പേനെ നമുക്ക് മയക്കാം. ഇവിടെ ഫ്യൂസ് ഉണ്ട്. ഇനി നമുക്ക് വേഗം പോയി ഫ്യൂസ് അങ്ങ് എടുത്തിട്ട് അവിടെ വെക്കാം. നമുക്ക് അതും കൂടെ ഉള്ളു. പിന്നെ ഞാൻ എസ്കേപ്പായി. നമുക്ക് പോയി ഫ്യൂസ് എടുത്തിട്ട് വരാം. ഫ്യൂസ് എടുത്ത് നമുക്ക് നേരെ പോയി ഇത് വെച്ചിട്ട് വരാം. വേഗം ഫ്യൂസ്. ഈ ഫ്യൂസ് ഇട്ടൊക്കെ എന്നിട്ട് ഗേറ്റ് അങ്ങ് ഓപ്പൺ ആക്കാം. യെസ്, ഇനി ഞാനിവിടെ എസ്കേപ്പ്. പക്ഷെ ഞാൻ വെറും കൈയോടെ ഞാൻ പോകുന്നില്ല.
എനിക്ക് ഞാൻ ഗ്രാൻഡ് ഷോട്ട് ഗണ്ണെന്ന് റീലോഡ് ചെയ്തിട്ട് ഞാനിവിടെ നിന്ന് പോകും. നമുക്ക് നേരെ പോയിട്ട് എന്തായാലും ഈ കല്ലും കൂടെ പറത്തിയിട്ട് അങ്ങ് പോകാൻ അവസ്ഥ തക്കട്ടെ. നമുക്ക് പറത്തിയിട്ട് അങ്ങ് പോകാം. ഇവിടെ കാറിൽ ഉണ്ടോ? ഇല്ലല്ലോ. എന്തായാലും പ്രശ്നമില്ല. അല്ല, നമുക്ക് ഇവിടെ നിന്ന് അങ്ങ് സ്ഥലം അങ്ങനെ ഗേറ്റും തുറന്നിട്ടുണ്ട്. അപ്പോൾ ശരി, ഇഗ്രൻ സിലിണ്ടറിന ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് കേട്ടോ. എന്തായാലും ഒരു വീഡിയോ അങ്ങ് പൊട്ടിച്ചിട്ട് പോവാം. വേണേ ഉണ്ട്, ഇല്ലെങ്കിലും പ്രശ്നമില്ല. എനിക്ക് ഇവിടെ എസ്കേപ്പ് ആയാൽ മതി. അപ്പോൾ ശരി, അപ്പോൾ ഞാൻ ഫൈനലി ഞാൻ അങ്ങനെ എസ്കേപ്പ് ആയിട്ടുണ്ട്. ഇനിയും ഗ്രാൻഡ് ഇങ്ങോട്ടും നോക്കിക്കൊണ്ടിരിക്കുക. യെസ്, ഇനി ഞാൻ ട്രെയിൻ എസ്കേപ്പ് ചെയ്യാൻ ഞാൻ വീണ്ടും വരും കേട്ടോ. അപ്പോൾ ബൈ. സിലിണ്ടറിന് വന്ന് അപ്പോൾ ഇതുള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഞാനിവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ബൈ.